ഓക്കെ, ഹലോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാണ്. ആസ് യൂഷ്വൽ മെയിൻ ടോപ്പിക് എന്താണെന്നൊക്കെ ഒന്ന് നോക്കി പോവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഫിനാൻസ് റിലേറ്റഡ് പേപ്പർ ഏത് വന്നാലും നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒരു വിധം അല്ലെങ്കിൽ മറ്റൊരു വിധം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ, അങ്ങനെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നും. എന്നാലും മറ്റേ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നും. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്താ പറയുക, ഒരു ക്ലാരിറ്റി കുറവൊക്കെ വന്നതുപോലെ അവർ വളരെ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചെങ്കിലും ആ പേരിനോട് എന്തുമാത്രം നീതി പുലർത്തുന്നു എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. സ്റ്റിൽ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. ഓക്കെ, നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ടോപ്പിക്കായിട്ട് പറയാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റിലെ എലമെൻറ്റ് എന്താണ്, പ്രോസസ്സ് എന്താണ്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസം എന്താണ്, റിസ്ക് എന്താണ്, റിട്ടേൺ എന്താണെന്നൊക്കെ പറഞ്ഞു കുറേ വാക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്നത് കുറേ വാക്കുകൾ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം അതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം അതാണ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിനാൻസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ജനറലായിട്ട് പറഞ്ഞാൽ വേറെ രീതിക്ക് നമുക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിനാൻസ് എന്തായിരിക്കും? എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്. നമ്മളെ ഫണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു വിത്ത് ആൻ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ പറയുകയാണ്. നമ്മൾ എംപ്ലോയ്മെൻറ്റ്, നമ്മളെ ഫണ്ടിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു. എന്താണ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് കിട്ടണം, ഒരു റെഗുലർ ഇൻകം കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കൈ കിടക്കുന്ന പൈസ പോയി നിങ്ങളൊരു വീട് വാങ്ങിച്ചിടുന്നു. ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചിടുന്നത് നമ്മുടെ കോവളം ബീച്ചിൻ്റെ അടുത്താണെന്ന് വിചാരിക്കുക. കോവളം ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് അത്യാവശ്യം എപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു റെഗുലർ ഇൻകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം, അത് അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടാണ്. ടൂറിസം കുറച്ചും കൂടെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നല്ലൊരു വിലയ്ക്ക് ഇതിനെ നിങ്ങൾക്ക് മറച്ച് വയ്ക്കാം. ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ അവിടെ നടത്തിയത് എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബിക്കോസ് യു എക്സ്പെക്ട് എയ്തർ എ റെഗുലർ ഇൻകം ഓർ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റലിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്രിസിയേഷൻ ഉണ്ടാകുന്നു, വിലയിലൊരു കയറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പ്രതീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ പണം ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിക്കുന്നത്. ഫീച്ചേഴ്സ് നമുക്ക് പറയാം. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കഥ അറിയാമെന്നുള്ളവർക്ക് പറയാമെന്നുള്ളതുകൾ എന്താണ്, നമ്മൾ ഒന്നുകിൽ ഇൻകം പ്രതീക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തുണ്ട്, ഈ പറഞ്ഞ ഇൻകം ആയിരുന്നാലും ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നാലും നമുക്ക് കിട്ടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ചാൻസസ് ഓഫ് ഹാപ്പനിങ് ലോസ് ആൻഡ് പ്രോഫിറ്റ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് കൂടുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ നമുക്ക് എന്ത് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ലിക്വിഡിറ്റിയാണ്. നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് ഒരു റീസൺ അല്ല. എന്തുണ്ടായിരുന്നാൽ മതി, നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നാൽ മതി വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ പലതാണ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം, അയാൾ റിട്ടയർമെൻറ്റ് സമയത്ത് അയാൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഈ പറഞ്ഞ പോലെ നമുക്കൊരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം, ഇല്ലെങ്കിൽ എന്തായിരിക്കാം, അയാൾക്ക് ഈ പറഞ്ഞ പോലെ സേവിങ്സ്, അത്രയേ ഉള്ളൂ, വേറൊന്നും അയാൾ മനസ്സിൽ കാണുന്നില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്ന് പറയുന്നത് പലതായിരിക്കും. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഒക്കെ കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളതുള്ളൂ, ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്പാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ടൈപ്പ് പറയുന്നുണ്ട്. ബേസിക്കലി നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ 3ആയിട്ട് തിരിക്കാം. ഒരുപാട് ടൈപ്പിൽ, ഒരുപാട് ഹെഡുകളിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ 3ആയിട്ട് തിരിക്കാം. ഒന്നുകിൽ അവരെന്തായിരിക്കും, ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫീച്ചറാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ അവർ കൺസർവേറ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു, നമുക്ക് എപ്പോഴും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് റിട്ടേൺ കിട്ടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവരുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചാണെങ്കിൽ അവരെ 3ആയിട്ട് തിരിക്കാം.
ഒന്നുകിൽ അവരെന്തായിരിക്കും കൺസർവേറ്റീവ് ആയിരിക്കും, വളരെ സൂക്ഷിച്ച് കളിക്കുന്ന ആളായിരിക്കും. നമ്മളെ ടെസ്റ്റ് ക്രിക്കറ്റിന് കുട്ടി നിൽക്കും പോലെ വിക്കറ്റ് പോകാതെ നോക്കുക എന്നതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അല്ലാതെ എന്തായാലും ഒരുപാട് സ്കോർ അടിച്ച് കൂട്ടുക എന്നുള്ളതല്ല. ഓക്കെ, അങ്ങനെ കൺസർവേറ്റീവായിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. വളരെ ചിലരെന്തായിരിക്കും അഗ്രസീവായിരിക്കും, ഒന്നും മുന്നും പിന്നും നോക്കില്ല, കണ്ണും പൂട്ടി അങ്ങ് അടിക്കും അല്ലേ. അവർ ഒരുപാട് സ്കോർ ഉണ്ടാക്കുന്നവരുണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെടാതെ വീഴുന്നു പോകുന്ന റിസ്ക് ഉള്ളവരുണ്ട്. ഇവരെടുക്കുന്ന റിസ്ക് എന്താണ്? വളരെ കൂടുതലാണ്. എന്നാൽ ഇവരെടുക്കുന്ന റിസ്ക് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, റിസ്ക് കൂടുതൽ എടുക്കുന്നവന് എന്തിന് സാധ്യതയുണ്ട്? കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് റിസ്ക് എടുക്കുന്നവന് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇത് എന്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാൾ എപ്പോഴും കാണുന്ന ഒരു മിഡിൽ സ്റ്റെമ്പ് എം, അയാളാണ് ഒരു റിസ്കിൻ്റെ അകത്ത് ഒരു മോഡറേറ്റ് അപ്രോച്ച് എടുക്കുന്നതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? റിസ്ക് എടുക്കുന്നുണ്ടോ ചോദിച്ചാൽ എടുക്കുന്നുണ്ട്, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ എന്ത് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെയാണ് അയാൾ ബാലൻസ് ചെയ്യുക? അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളാണ് കേട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത്. ഒരാൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാലൻസ് ചെയ്ത് പോകുന്നത്? ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പൈസ ഒരു സ്ഥലത്ത് കൊണ്ടിടാതെ അയാളൊരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യും. അനദർ ഇമ്പോർട്ടൻറ്റ് വേർഡ്, അയാളൊരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യും. ഈ പോർട്ട്ഫോളിയോക്കകത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അയാൾ കണ്ടിട്ടുണ്ടാവും. അയാളുടെ കയ്യിലുള്ള പൈസയുടെ ഒരു 30% സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒരു 50% അയാൾ റിയൽ എസ്റ്റേറ്റിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി 20% അയാൾ പ്യുവർ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ 30%-ൻ്റെ അകത്ത് തന്നെ നേരെ 50% ഇട്ടേക്കുന്നത് വളരെ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രൈസ് വാല്യൂ ഉള്ള ഷെയർസിലായിരിക്കും. ബാക്കി 50% ഇട്ടേക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പോലെ നല്ല എന്താ പറയുക, നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലായിരിക്കും. അങ്ങനെ അയാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. അയാൾ പലയിടത്തായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരിടത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലായിട്ട് പൈസ ഇടിഞ്ഞു എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും കൂടെ ബാലൻസ് ആയി പോകും. അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും തമ്മിലൊരു ബന്ധമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന അവസ്ഥ വന്നാൽ 100% ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, സ്റ്റിൽ ഗോൾഡ് ഒരുവിധം ബാലൻസ് ആയി പോകും. അങ്ങനെ അപ്രോച്ച് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്പ് എനിക്കറിയില്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്ന അവസാന നിമിഷം പഠിക്കുന്ന പിള്ളേരുമായിട്ടുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനം മാത്രമേ പറയുന്നുള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് 3 ടൈപ്പ് ഉണ്ട്. വളരെ സേഫായിട്ട് റിസ്ക് കുറച്ച് കളിക്കുന്ന കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്, അഗ്രസീവായിട്ട് തീരുമാനങ്ങളെടുത്ത് റിസ്ക് എടുക്കുന്നവർ, പിന്നെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന നടുക്ക് നിൽക്കുന്ന മനുഷ്യർ. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, ഒറ്റ വാക്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? അല്ലാതെ കൃത്യം ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എലമെൻറ്റ് എന്നൊരു ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ് സ്റ്റിൽ. അപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പ്രത്യേക വ്യക്തിയുടെ ഗോൾ എന്താണ്? അയാൾ ഏതൊരു ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അയാൾ എത്ര കാലം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സക്സസ്സിനെ ബാധിക്കുന്ന എലമെൻറ്റുകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അയാളുടെ ഇപ്പം പറഞ്ഞ റിസ്ക് ടോളറേറ്റ് ചെയ്യാനുള്ള അയാളുടെ കഴിവ്, ഇങ്ങനെ പലതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു ഡയറക്ഷൻ തീരുമാനിക്കും. അത് സക്സസ് ആവില്ല എന്നുള്ള ഡയറക്ഷൻ തീരുമാനിക്കുന്നു. ഐ റിപ്പീറ്റ്, സക്സസ് ഓഫ് എവറി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു ക്ലീശയായിട്ട് തോന്നും, ബട്ട് സ്റ്റിൽ അതാണ് റിയാലിറ്റി. ഓക്കെ, ഏറ്റവും ആദ്യം ഒരു ഇൻവെസ്റ്റർ, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഇന്നേ വരെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എന്തിനാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള നിങ്ങളുടെ ഒബ്ജക്റ്റീവായിരിക്കും അല്ലേ. പലർക്കും പലതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഞാനിതാ പഠിക്കാൻ തുടങ്ങി, എനിക്കിനി ഒരു ബിസിനസ് ചെയ്യണം പഠിച്ചു തീർക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ഒരു വീട് വെക്കണമെന്നോ, അങ്ങനെ പലർക്കും പലതായിരിക്കും. ചിലർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്യൂർലി ഫോർ ജനറേറ്റിംഗ് ഇൻകം ആയിരിക്കും. ഇപ്പോൾ പലർക്കും ഒരുപാട് പേര് അങ്ങനെ നീങ്ങുന്നത് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് പോയി അബദ്ധം പറ്റുന്നവരുണ്ട്, എന്നാൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരുണ്ട്. ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, ഈ ഒബ്ജക്റ്റീവിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ലെവൽ ഓഫ് റിസ്ക് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ബാലൻസ്ഡ് ആയിട്ട് പോകാനാണോ, കൺസർവേറ്റീവായിട്ട് നിൽക്കാനാണോ, അതോ അഗ്രസീവായിട്ട് ഇറങ്ങി കളിക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, നമ്മുടെ റിസ്ക് ടോളറൻസ് ലെവൽ മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിലേക്ക് പോകുന്നു. പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിന് മുമ്പ് ഒരു അനാലിസിസ് നടക്കണം. ഓക്കെ, പോർട്ട്ഫോളിയോ
ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ നടക്കത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് നടത്തണം. ഓക്കെ, ഈ അനാലിസിസ് 2 രീതിയിലാവാം. ടെക്നിക്കൽ അനാലിസിസും ആവാം, ഫണ്ടമെൻ്റൽ അനാലിസിസും ആവാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു? നമ്മൾ ഈ പറഞ്ഞ പോലെ ചാർട്ടുകൾ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ വാല്യൂ ആണ്. അവരുടെ ഈ ഒരു മൂല്യം കാണുമല്ലോ. അപ്പോൾ അവർ ഇത്രയും കാലത്തെ പ്രോഫിറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ അവർ ഗുഡ് വില്ല് കൊണ്ട് ജനറേറ്റ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ അവർ തരുന്ന ഹോപ്പിൻ്റെ മേലുള്ള ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, റിസ്ക് ടോളറൻസ് നടത്തുന്നു, അല്ലെങ്കിൽ റിസ്ക് ടോളറൻസിൻ്റെ ലെവൽ മനസ്സിലാക്കുന്നു, എന്നിട്ട് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നു? നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു. ഈ പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യും, അല്ലേ? ചുമ്മാ വച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യും. ഇത്രയും സ്റ്റെപ്സാണ് പൊതുവേ പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് അകത്തുള്ളത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, നമുക്ക് റിസ്ക് സഹിക്കാൻ പറ്റുന്ന ലെവൽ മനസ്സിലാക്കുക, അനാലിസിസ് ചെയ്യുക, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, പോർട്ട്ഫോളിയോയെ സമയാസമയം ഇവാലുവേറ്റ് ചെയ്യുക, റിവ്യൂ നടത്തുക. ഇതാണ് പ്രോസസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ സേവിങ്സ് വേഴ്സസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. നമുക്ക് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഓക്കെ, ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് നോക്കുക. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കാനുള്ളതൊന്നുമല്ല. ഒരുവിധ ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, ദെൻ കോൺസെപ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ആണ്, ഹൈ റിട്ടേൺ തന്നെ എന്നുള്ളൊരു സംഭവമാണ്. സെക്കൻഡ് മൊഡ്യൂൾ ഒറ്റ വാക്കിൽ പറയാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷ ചെയ്യാം. തേർഡ് യൂണിറ്റ്. ഓക്കെ, തേർഡ് യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ബേസിക്കലി നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ആസ് എ ഇൻവെസ്റ്റർ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും എന്താ പറയുക, സ്പെക്കുലേറ്ററിൻ്റെ മനസ്സ് അങ്ങനെ ആയിരിക്കത്തില്ല. സ്പെക്കുലേഷൻ എന്താണെന്നറിയാമല്ലോ. നമ്മൾ നമ്മുടെ ഒരു ഊഹം വച്ചിട്ട് അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒരു സ്റ്റഡി നടത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു ഷോർട്ട് ടേമിൻ്റെ അകത്തുള്ള ചേഞ്ചസിന്, ചെറിയൊരു ഷോർട്ട് ടേമിലുള്ള ചേഞ്ചസിൻ്റെ മേൽ അഡ്വാൻറ്റേജ് എടുക്കുക. അല്ലാതായിട്ട് ഈ പറഞ്ഞ പോലെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഒരു കാരണവശാലും വരത്തില്ല. ഓക്കെ, പിന്നെ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഈ പേര് പറയുന്ന പോലെ തന്നെ അയാളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അയാൾ അവിടെ ഒരു ഗെയിം കളിക്കുന്ന മനോഭാവത്തോട് നിന്നാണ് ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ അയാൾക്ക് എന്തില്ല, അതൊരു പ്രോപ്പർ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ സ്പെക്കുലേറ്ററെന്നോ പറയാൻ പറ്റത്തില്ല. ഹീസ് പ്ലേയിങ് എ ഗെയിം, അതാണ് പുള്ളിയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഇൻവെസ്റ്റർ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താവാം, പല ലെവലിലാവാം, ഡിപ്പെൻസ്. അപ്പോൾ അയാൾ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ട് പോകുന്ന ആളാവാം, ഇല്ലെങ്കിൽ അയാൾ മോഡറേറ്റായിട്ട് ചിന്തിക്കുന്ന ആളാവാം, ഇല്ലെങ്കിൽ അയാൾ അഗ്രസീവായിട്ട് പോകുന്ന ആളാകാം. പക്ഷേ എപ്പോഴും സ്പെക്കുലേറ്റർ എടുക്കുന്ന റിസ്ക് വളരെ വളരെ ഹൈ ആണ്. അതിനും അപ്പുറമായിരിക്കും, അതിനേക്കാൾ ഹൈ ആണ് എന്തെന്ന് പറയുന്നത് ഗാംബ്ലർ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്, അല്ലേ? അയാളുടെ ഗെയിമിൻ്റെ അകത്ത് ഒരു സയൻറ്റിഫിക്കൽ സ്റ്റഡി ഇല്ല. നിങ്ങൾ ഗാംബ്ലിംഗ് നിങ്ങൾക്ക് അറിയാം, ചീട്ടുകളി പോലത്തെ സാധനം, ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഇല്ല, വെറും ചാൻസിൻ്റെ അടിസ്ഥാനത്തില്ല. സ്പെക്കുലേറ്റർ പിന്നെയും എന്തോ കാണുന്നുണ്ട്, പിന്നെ ഒരു സംഭവം വരുന്നു, ഇപ്പോൾ ഉടനെ ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് അയാളുടെ മനസ്സിലെ തോന്നൽ, എന്തോ ഒരു റീസൺ അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഗാംബ്ലറിന് അങ്ങനെ ഒരു പുണ്ണാക്കൂല, അയാൾ വെറുതെ പറയുക. അപ്പോൾ റിസ്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആരാണ്? ഗാംബ്ലിംഗ് ആണ്. തൊട്ട് താഴെ സ്പെക്കുലേറ്ററാണ്. ഇൻവെസ്റ്റർ ഡിപ്പെൻസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇൻവെസ്റ്റർ എപ്പോഴും എന്തായിരിക്കും തീരുമാനം എടുക്കുന്നതിന് അയാൾക്ക് ഒരു റീസൺ കാണും. ഈ പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അയാൾ പോകുന്നത്. സ്പെക്കുലേറ്ററിൻ്റെ മനസ്സിലുള്ളത് എപ്പോഴും ടെക്നിക്കൽ ഫാക്ടേഴ്സ് മാത്രമായിരിക്കും. ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ നിലവിൽ ആ ഒരു സ്റ്റോക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രം, അല്ലാതെ അത് ഏത് കമ്പനിയാണെന്നുള്ളതിനെ കുറിച്ച് പോലും ആര് ബോധേഡായിരിക്കത്തില്ല. സ്പെക്കുലേറ്റർ ബോധേഡായിരിക്കത്തില്ല. അയാളുടെ വിഷയം ഇപ്പം നിലവിൽ ആ കമ്പനി ഇങ്ങനെ ഒന്ന് താഴ്ന്നു പോയി, ഇപ്പോൾ വാങ്ങിച്ചിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ഉടനെ പിന്നെ കയറും എന്നൊക്കെ എന്തോ അയാളുടെ മനസ്സിലേക്ക് കണക്ക് കൂട്ടലുകൾ, അല്ലാതെ എന്തല്ല ഈ പറഞ്ഞ പോലെ ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്നോ ഇപ്പം നിലവിൽ എക്കോണമി എങ്ങനെ പോകുന്നെന്നോ എന്ന് പറഞ്ഞ് ഒന്നും അയാളെ ബാധിക്കുന്നില്ല. സ്പെക്കുലേറ്റർ എവിടെ മാത്രമേ ജീവിക്കുന്നുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിലെ ചേഞ്ചസ് മാത്രമേ അയാളെ കണ്ണി കാണുന്നുള്ളൂ, വേറെ ഒന്നും അയാളുടെ മനസ്സിലില്ല.
അങ്ങനെയാണ് സ്പെക്കുലേറ്റർ ചിന്തിക്കുന്നത്. പക്ഷേ ഗാംബ്ലറിൻ്റെ കാര്യത്തിലാണെങ്കിലോ അയാൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. വെറുതെ കളി കളിക്കുന്നു, അല്ലാതെ അയാൾക്ക് എന്തില്ല, അതിനെപ്പറ്റി ഒരു പുണ്ണാക്കും അറിയത്തില്ല എന്നുള്ളതാണ്. പിന്നെ റിട്ടേണിൻ്റെ കാര്യം, ഇനി നമ്മൾ റിസ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ റിട്ടേണിൻ്റെ കാര്യം പറയാമല്ലോ. റിട്ടേണിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻവെസ്റ്ററിൻ്റെ ഇത് ഡിപ്പെൻസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അയാൾ എടുക്കുന്ന റിസ്കിൻ്റെ ലെവൽ അനുസരിച്ച് വലിയ കുഴപ്പമില്ലാത്ത റിട്ടേൺ അയാൾക്ക് കിട്ടും. സ്പെക്കുലേറ്ററിന് റിട്ടേൺ ഉണ്ടാവാനുള്ള സാധ്യത രണ്ടും എന്താണ്, ഒന്നുകിൽ നല്ല ഹൈ റിട്ടേൺ ഉണ്ടാവും, ഉറപ്പായിട്ട് ഇൻവെസ്റ്ററിനേക്കാൾ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇടിഞ്ഞ് വീണാലോ ആ വീഴ്ചയും അപാരമായിരിക്കും. അതേപോലെ തന്നെയാണ് ഗാംബ്ലറിൻ്റെ കാര്യവും. ഗാംബ്ലറിന് ഒരു ഇൻവെസ്റ്ററിനൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയൊരു റിട്ടേൺ കിട്ടിയേക്കാം, പക്ഷേ അതിൻ്റെ അകത്തുള്ള റിസ്ക് അത്രമേൽ വലുതാണ്, ഒരുപാടെടുത്ത് വീഴ്ച വരാനുള്ള സാധ്യത ഉണ്ട് താൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞ 3 സാധനങ്ങൾ. ഒന്ന് അറിഞ്ഞേക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നാൽ പോലും ഈ പറഞ്ഞ 3 കാറ്റഗറി ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പറയാം. കാര്യം ഇൻവെസ്റ്ററും സ്പെക്കുലേറ്ററും ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അവരുടെ മനോഭാവമാണ്, അല്ലാതെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. നമ്മൾ ഗാംബ്ലർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മറ്റേ കുതിര പന്തയം പിന്നെ മറ്റേ ചീട്ടുകളിലേക്ക് ഓർമ്മ വരുമെങ്കിലും അയാളുടെ മനോഭാവം എന്താണെന്നുള്ളതും അയാൾക്ക് ഒരു പുണ്ണാക്കും അറിഞ്ഞു തരാതെ, ഒരു അനാലിസിസും ചെയ്യാതെ ചുമ്മാ എവിടേക്കോ പണം വാരിയിടുന്നു എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ പോലും അയാൾ നടത്തുന്ന ഗാംബ്ലിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് അവിടെ പറയുന്നത്, വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈം വാല്യൂ ഓഫ് മണി. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഏറ്റവും അടിസ്ഥാനം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ അയാളുടെ ആ പേഴ്സൻ്റെ ഗോൾ എന്താണെന്നുള്ളത്. അയാളുടെ ഗോൾ എന്താണെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പിന്നെ അയാൾക്ക് എന്തുമാത്രം റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്, അയാൾ ഈ ടാക്സ് സേവിങ്സ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അലേർട്ടാണോ, പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റും, ഒരുപാട് കാര്യങ്ങളൊന്നും നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതിനൊരു എന്താ പറയുക, ഗ്ലോബലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് പ്രിൻസിപ്പിൾസ് അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബേസിക്കലി എന്ത് മനസ്സിലാക്കാം, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിക്കാണ് ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി നമുക്ക് എന്താണ് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവട്ടെ, എവിടെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളായണ്ട കേട്ടോ. ഒന്നെന്താ, ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ക്ലിയർ ഒബ്ജക്റ്റീവ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങളുടെ റിസ്ക് ടോളറൻസ് ലെവൽ, നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ റിസ്ക് അധികം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അനാലിസിസ് ചെയ്യാതെ ഒരു ഗാംബ്ലറിനെ പോലെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. പിന്നെ എന്താ പറയുക, എപ്പോഴും എന്ത് ചെയ്യുക, ഡൈവേഴ്സിഫിക്കേഷൻ നല്ലൊരു ഓപ്ഷനാണ്. ഒരിക്കലും നമ്മൾ എല്ലാം കൊണ്ടെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും പലയിടത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മാക്സിമം നമ്മൾ പലർക്കും കൊടുക്കാനുള്ള ഒരു ഉപദേശം ലോങ് ടേം ആയിട്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് ഗുഡ് പ്രാക്ടീസസ് എന്ന് പറയാം, അതിനാണ് ഇവിടെ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ ഫിനാൻസിൻ്റെ അടുത്ത് ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചത്, 1/(1 + r⁻n). അത് മാത്രമേ പലർക്കും ഓർമ്മയുള്ളൂ, പലർക്കും അതും ഓർമ്മയില്ല. ഓക്കെ, അതാണ് ട്വിസ്റ്റ്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതാണ് ഈ ഫിനാൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ. പണത്തിന് എന്തുണ്ട്, സമയവുമായിട്ട് ബന്ധപ്പെട്ടൊരു മൂല്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, 2020 ചെന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ കടയിൽ കൊടുത്തിരുന്നത് 8 രൂപയാണെങ്കിൽ 2025 നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നു, 10 രൂപ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുന്ന ഗ്ലാസ് ചായയുടെ ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും മാറ്റം വന്നു 2020-25 എത്തിയപ്പോൾ ഇല്ല, അതേ ഗ്ലാസ് അതേ ക്വാണ്ടിറ്റി തന്നെ ചായ കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് 8 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് മാറിയത്? പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഫിനാൻസ് പറയുന്നത് എന്താണ്, പണത്തിന് എന്ത് സംഭവിച്ചു, പർച്ചേസിങ് പവർ കുറഞ്ഞു. അതായത് 8 രൂപ കൊടുത്ത് പണ്ട് വാങ്ങാൻ പറ്റുന്ന അത്രയും ചായ വാങ്ങാൻ നമ്മൾ 10 രൂപ കൊടുക്കേണ്ടി വരുന്നു. അതിനർത്ഥം എന്താ, അവരുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു എന്നുള്ളതാണ്, അല്ലേ. ഒരു ജോലി ഒരു വീട്ടിലെ 2 പേര് ചേർന്ന് ചെയ്തിരുന്നു, ഇപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം 4 പേര് ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്തിട്ടുന്ന 2 പേർക്ക് എന്ത് സംഭവിച്ചു, അവർ വയസ്സായി, അവർ ക്ഷീണിതരായി എന്നല്ലേ അതിനർത്ഥം. അതേ സംഭവമാണ് ഇവിടെയും പറയുന്നത്. പണത്തിന് എന്ത് സംഭവിക്കുന്നു,
പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. പല കാരണങ്ങളുണ്ട്, ഇൻഫ്ലേഷൻ പോലുള്ള പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു നീഡ് വരുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കോൺസെപ്റ്റ് അതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എനിക്ക് 2025 എനിക്ക് എന്ത് കുടിക്കണം, ചായ തന്നെ കുടിക്കണം, അതിലൊരു മുട്ടും ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സിമ്പിളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ 2020 തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങാണ്, 8 രൂപ വെച്ച് സേവ് ചെയ്യാൻ തുടങ്ങാണ്. എനിക്ക് അപ്പോൾ 2020 തൊട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം ചായ കുടിക്കാനുള്ള പൈസ 2025 ഉണ്ടാക്കും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ എന്ത് സംഭവിച്ചു, ഞാൻ അവിടെ 8 രൂപ വെച്ചല്ലേ സേവ് ചെയ്തേ. 2025 എന്തായി മാറി, ചായക്ക് 10 രൂപയായി മാറി. എൻ്റെ സേവിങ്സ് എന്തായില്ല, കാലഘട്ടത്തിനുണ്ടാകുന്ന മാറ്റം അനുസരിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പർച്ചേസിങ് പവർ കുറയുന്നതനുസരിച്ചോ എൻ്റെ സേവിങ്സ് അവിടെ എന്ത് ചെയ്തില്ല, ഗ്രോ ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇൻഫ്ലേഷൻ എല്ലാ വർഷവും 10% ഇൻഫ്ലേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ നടത്തിയ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന്, ഞാൻ സേവിങ്സ് അല്ല, അതിന് പകരം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതിനും 10% ഗ്രോത്ത് ഉണ്ടായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാര്യം ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 10% ഗ്രോ ചെയ്ത എമൗണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തുണ്ടായി, ഗ്രോത്ത് ഉണ്ടായി. സമയം കടന്നു പോയത് കൊണ്ട് എൻ്റെ ചിലവിലുണ്ടാകുന്ന മാറ്റം ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് കൊണ്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ നീഡെന്ന് പറയുന്നത്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നീഡ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ പറയുന്നൊരു സംഭവമാണ് ESG. ESG നമുക്കറിയുമ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ESG എന്ന് പറയുന്നത്. 5th യൂണിറ്റിൻ്റെ ഒരു കോർ ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അവിടെ പറയുന്നത് ഈ ESG എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ട് സംസാരിച്ച് വരുന്ന ഒരു എന്താ പറയുക ഫ്രെയിം വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഫ്യൂച്ചർ കാണുന്നത് ഇപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ലോങ് ടേമിലുള്ള വ്യൂ ആണ്. അല്ല, ഇത് പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലേ വരാത്ത സാധനമാണ്. എന്താ പറയുക, നമ്മളവിടെ നോക്കുന്നത് ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അവർ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻവയൺമെൻറ്റിനെ ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നു. സൊസൈറ്റിയിൽ അവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നു. പിന്നെ അവരുടെ ഗവർണൻസ്, ഇൻറ്റേർണൽ ഗവർണൻസ് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ളതാണോ നമ്മൾ നോക്കും. ഇത് ഞാൻ പറയുന്നത് സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നതിലുപരി ഇവർ നോക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അവരുടെ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണ്, ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയടാ. അതായത് ഇപ്പോൾ ഒരു കമ്പനി അവർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, പക്ഷേ അവർ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊക്കക്കോള കമ്പനി, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. കൊക്കക്കോള കമ്പനി ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടറി ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ 1 ഗ്രാമം സുഖമായിട്ട് കഴിഞ്ഞ് പോകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഫ്യൂച്ചർ ഒരു 50 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊക്കക്കോള കമ്പനി കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ കൊക്കക്കോള കമ്പനി നിലനിൽക്കുന്നത് ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഒരു ചോദ്യചിഹ്നം ആവത്തില്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ലോങ് ടേമിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത്ര ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ എക്സിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല, അല്ലേ? പക്ഷേ ഇത് ലോങ് ടേമിൽ കാണുന്ന ആൾക്കാർ, ഇതിനെ ഒരു വലിയൊരു തൊഴിലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലോകത്തിനോട്ടുള്ള അവരുടെ ബാധ്യതയായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ചോദ്യമാണ്. അതേപോലെ ഈ സൊസൈറ്റിയുടെ കാര്യം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ടൊബാക്കോ പ്രൊഡക്റ്റുകൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ITC എന്ന് പറയുന്ന കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ വലിയൊരു ചോദ്യമുണ്ട്. നാളെ ഈ ടൊബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ ദോഷം ഉണ്ടാക്കുന്നു. ഇപ്പം നിലവിലെ ഏറ്റവും വലിയ കില്ലർ എന്ന് പറയുന്ന ഡയബറ്റീസാണ്, അല്ലേ? ഈ ഡയബറ്റീസും റോഡ് ആക്സിഡൻറ്റും മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അവരാണ് ഫസ്റ്റ് സ്ഥാനം സെക്കൻഡ് സ്ഥാനത്തിൽ നിൽക്കുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ഥാനം ടൊബാക്കോ പ്രൊഡക്റ്റുകൾ നാളെ വന്നു വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കവിടെ ആ കമ്പനി നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ കമ്പനി ഒരു എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡീമനായിട്ടല്ലേ കാണത്തുള്ളൂ. ഇത് ഇപ്പോൾ ഉടനെ നടക്കാൻ പോകുന്ന കാര്യമില്ല, ഒരു 10-25 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമാണ്. നടക്കാതിരിക്കാൻ ഡിപ്പെൻസ്. എന്നാലും അവരുടെ സോഷ്യൽ ഫാക്ടേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ? ഇതാണ് ഞാൻ പറയുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ചില വ്യൂ പോയിൻ്റുകളാണ് അവരുടെ. ഓക്കെ, ഈ പറഞ്ഞ 5ാമത്തെ യൂണിറ്റിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതുപോലുള്ള കാര്യമാണ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എന്താണ്, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ് സസ്റ്റൈനബിൾ ആണോ? ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് അതിൻ്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർ എൻവയൺമെൻറ്റിന് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, സൊസൈറ്റിക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവരുടെ ഗവേണൻസ് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ളതാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കുന്നു. അവിടെയാണ് ഈ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് പോലുള്ള തോട്ട്സ് വരുന്നത്. വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെയും ഈ പറഞ്ഞ പോലെ നന്മ എന്നുള്ളൊരു സാധനത്തിലുപരി, ഓക്കെ, ഞാനിവിടെ പറയുന്നത് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നന്മ ചെയ്യാമെന്നുള്ളതല്ല, അതിലുപരി നാളെ സൊസൈറ്റിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങൾ, നമ്മുടെ GSTയുടെ ഭാഷയിൽ പറഞ്ഞാൽ സിൻ ഗുഡ്സ് എന്നൊക്കെ പറയും. ഈ പറഞ്ഞ സാധനങ്ങൾ നാളെ ഇവിടെ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് വാനിഷായി പോകുന്ന അവസ്ഥയാണ്. ഒരു കേസിൽപ്പെട്ട് ഈ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ 0ൻ്റെ തൊട്ട് മുകളിലൊക്കെ വന്ന് നിന്നെന്ന് വരാം അല്ലേ. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഫ്യൂച്ചറിൽ എവിടെയോ അത് ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ വെറുതെ പ്രോഫിറ്റ് മേടി എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ നോക്കണം എന്നുള്ളൊരു തോട്ട് പറയുന്ന കുറേ കഥ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കുറേ കഥ എഴുതാൻ പറ്റുന്ന ഏരിയയാണ്, ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് എമർജിംഗ് ഡൈമെൻഷൻസ് ഇൻ ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽ, കീ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽ, ഇമ്പാക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽസ്. അതൊക്കെ ജനറൽ കാര്യങ്ങളാണ് കേട്ടോ, നമുക്ക് കുറേ കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റും. അത് കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടായതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് അതിൻ്റെ എക്സ്പെൻസുകൾ കുറയുന്നു, ടൈം എടുക്കുന്നത് കുറയുന്നു, പിന്നെ എന്താ പറയുക, ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഡേറ്റ കിട്ടുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കൈന്നിട്ട് എഴുതാൻ പറ്റും. ജനറൽ ആയിട്ടുള്ള കാര്യം, ഞാൻ അതിലേക്ക് അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. പിന്നെ 3rd യൂണിറ്റ് നമുക്ക് എല്ലാ ഫിനാൻസ് പേപ്പറിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറയുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ് എന്താണെന്ന് അറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിങ് ഡെപ്പോസിറ്റും നമ്മൾ വ്യത്യാസം അറിയാമല്ലോ. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഒരിക്കൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്നുള്ള പിന്നെ കാര്യങ്ങളുമാണ് പറയുന്നത്. പിന്നെ റിക്കറിങ് ഡെപ്പോസിറ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. എന്താ പറയുക, നമ്മളവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്പോസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു ലക്ഷ്യമാണ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് കാണും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 25,000 രൂപയാണ് നമ്മളവിടെ കാണുന്ന എമൗണ്ട് എങ്കിൽ അതിന് മാസവും 1,000 രൂപ വെച്ച് 25 മാസം ഇടണമെന്നോ അങ്ങനെ ഒരു സംഭവം കാണും. അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ പോസ്റ്റ് ഓഫീസിലെ സ്കീമുകളെ പറ്റി ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോകണ്ട, ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ കം. പിന്നെ ഇൻഷുറൻസ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനൊക്കെ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഇൻഷുറൻസ് എന്ന് അറിയാമല്ലോ. നമുക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്ത് തരുന്നു, നമുക്കൊരു അഷ്വറൻസ് തരുന്നു. നമ്മൾ ഇൻഷുർ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടി, അത് നമ്മുടെ ലൈഫാവാം, നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ അതിൻ്റെ അഫാവാം നമ്മളെ ബാധിക്കുന്ന എന്തോ ഒരു സാധനം. ഓക്കെ, ആബ്സെൻസ് ഓഫ് വിച്ച് ക്യാൻ എഫക്റ്റ് അവർ എക്സിസ്റ്റൻസ്, അങ്ങനെയുള്ള എന്തോ ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുർ ചെയ്യുന്നു. ആ ഇൻഷുർ ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഷുർഡ് ഒബ്ജക്റ്റിന് എന്തെങ്കിലും കേട് പറ്റിയാൽ ഒന്നുകിൽ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള വാല്യൂയിലുള്ള ഒരു സംഭവം, ഇല്ലെങ്കിൽ അഷ്യൂർഡ് എമൗണ്ട് നമുക്ക് തരുമെന്നുള്ളതാണ്. അറിയാലോ ഇൻഷുറൻസ് എന്താണ് ബേസിക്കലി. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസി, ഫയർ ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, അങ്ങനെ ബേസിക്, ഇത് വളരെ ബേസിക് സാധനമായിട്ടാണ് കേട്ടോ, ഡെപ്തിലേക്ക് പോകാത്ത. ഇതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ സാധനങ്ങളാണ്. അല്ലാതെ ഈ പറഞ്ഞ തലയൊന്നും വേണ്ട, ഒരുവിധം ഓർമ്മ നിൽക്കുന്ന ആർക്കും പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ REIT പോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് നോക്കി. ഇതൊക്കെ ഞാൻ ഓട്ടിച്ച് പറഞ്ഞു പോകുന്നത് സിമ്പിൾ ആയതുകൊണ്ടും വായിച്ച് മനസ്സിലാകാനുള്ളത് മാത്രമല്ല, അല്ലാതെ വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കണ്ടില്ല. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവന്യൂസ് ഏതാണ്ട് എല്ലാം പറഞ്ഞു കഴിയുകയാണ്. ഗോൾഡിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, ഒന്ന് ഈ പറഞ്ഞ പോലെ സ്വർണ്ണം മനസ്സിൽ വെട്ടി വയ്ക്കാം, ഇല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്ഷനാണ് ഗോൾഡ് ETF, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. എന്താണ്, ഗോൾഡിൻ്റെ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ചേഞ്ചിൽ ഫണ്ട് രൂപീകരിക്കുന്നത് ഒരു ഓപ്ഷനാണ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പോകുന്നു, അങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. പിന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നൊരു ബോണ്ടുണ്ട്, ഇക്വലൻ്റ് ടു ദ ഗോൾഡാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനാണ് അവരുടെ ഒരു സെക്യൂരിറ്റി പോലെ പറയുന്നത്. ഓക്കെ, പിന്നെ ഷെയർസ് എന്താണ്, ഡിബഞ്ചേഴ്സ് എന്താണ്, മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, നമ്മുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പോലെയുള്ള. അതിനിങ്ങനെ
ഓരോന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസും പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ കുറിച്ച് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒറ്റ വാക്കി നമുക്ക് മനസ്സിലാക്കാം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ എനിക്ക് മൊത്തം പറയാൻ പറ്റാത്തതിൽ കുറ്റബോധമുണ്ട്. കാര്യം ഇത് റിവിഷൻ ആയതുകൊണ്ട് എനിക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന പോലെ. ഇപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയാമല്ലോ എക്സ്പ്ലെയിൻ. അവസാനം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഓപ്ഷൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. കാര്യം എന്തുകൊണ്ടാണ്? സേഫാണ്. എന്താണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്? എടാ നോക്കിയിടാ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, ഈ 10 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് എന്തല്ല ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാൻ സമയമില്ല. മാത്രമല്ല എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിസ്ക് എടുക്കാനുള്ള ധൈര്യം അവിടെ ഇല്ല. എനിക്കവിടെ എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പോകാം. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചൊക്കെ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. കഥ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഇതുപോലെ ഒരു 1000 പേര് കാണും. എന്താണ്? 2 കാര്യങ്ങളില്ല അവർക്ക് സമയവുമില്ല, എന്തുമില്ല, അറിവുമില്ല. അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ എക്സ്പേർട്ടിനെ ഏൽപ്പിക്കും. ഓക്കെ, ഈ എക്സ്പേർട്ട് എന്ത് ചെയ്യുന്നു? ഈ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അയാൾക്കറിയാം എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അയാളുടെ ഒരു ഫീസ് എടുത്തിട്ട് ബാക്കി നമുക്ക് വീതിച്ച് തരുന്നു. ഇൻ ദ സെൻസ് മറ്റേ മാസം തോറും പോക്കറ്റ് ഇട്ട് തരത്തില്ല. നമ്മൾ അയാളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, നമ്മൾ സാധാരണ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഷെയർ അല്ലേ വാങ്ങുന്നത്. നമ്മളിവിടെ വാങ്ങുന്നത് യൂണിറ്റുകളാണ്. ഓക്കെ, ഈ യൂണിറ്റുകൾക്ക് എന്തുണ്ട്? NAV ഉണ്ട്, നെറ്റ് അസറ്റ് വാല്യൂ ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കൂടുന്നതോടെ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കളി എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഞാനൊരു എക്സ്പേർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അയാളെ നമ്മൾ ഫണ്ട് മാനേജർ എന്നാണ് വിളിക്കുന്നത്. ഓരോ ഫണ്ടിന് ഒരു ഫണ്ട് മാനേജർ എക്സ്പെർട്ട്, ഇത്ര വർഷം ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ബാങ്കിൽ എന്ന് വെച്ചാൽ ക്ലർക്കായിട്ടല്ല, ഈ മാനേജർ പോസ്റ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾ, അങ്ങനെയൊക്കെ ഒരാളെ ഫണ്ട് മാനേജറായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനീനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, AMCകൾ എന്ന് പറയും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ മതി, AMCകൾ എന്ന് പറയും. ഇതാണ് ഒരു ബേസിക്കായിട്ട് പറയാനുള്ള എന്തിനെക്കുറിച്ച്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച്. പിന്നെ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാറ്റഗറീസ് വരും. ഇപ്പോൾ ആ ഫണ്ടിൻ്റെ വലിപ്പം അനുസരിച്ചാണെങ്കിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, പിന്നെ സ്മോൾ ക്യാപ്പ് എന്നൊക്കെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് വരും? ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫണ്ട് മാനേജർ നമ്മുടെ പൈസ വാങ്ങിച്ച് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചാണെങ്കിൽ സിംഗിൾ അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വരാം, ഹൈബ്രിഡുകൾ വരാം, ഒരുപാടെണ്ണം ചേർന്ന് വരുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് അറിയേണ്ട ടൈപ്പാണ് ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ അതിനെന്തില്ല, ഒരു പ്രത്യേക ടൈം പീരീഡ് ഒന്നുമില്ല. അതിന് എന്താ പറയുക, എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് എൻട്രി ചെയ്യാം, എക്സിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. അവിടെ ലിക്വിഡിറ്റി ഭയങ്കര കൂടുതൽ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റിട്ട് പോകും, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉള്ളതാണ്. പക്ഷേ ഈ ക്ലോസ്ഡ് എൻഡഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, അതിനൊരു എന്ത് കാണും, ഒരു പ്രത്യേക പീരീഡ് കാണാം. നമ്മുടെ ഈ ഷെയർ മാർക്കറ്റിൽ ഷെയറൊക്കെ വിൽക്കുന്നവരെ, ഇപ്പം എന്താ പറയുക, അവിടെ അവർ പറയുന്ന ന്യൂ ഫണ്ട് ഓഫർ, നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഷെയർ പുതുതായിട്ട് വരുമ്പോൾ IPO എന്ന് പറയത്തില്ലേ, അതുപോലെ ഇവർ പറയുന്ന ന്യൂ ഫണ്ട് ഓഫേഴ്സ് എന്ന്. അപ്പം ഇവരൊരു ന്യൂ ഫണ്ട് ഓഫർ നടത്തും, അപ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പരിപാടിയാണ്. മറ്റേ ഈ ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും കയറാം, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, ഒരു ക്ലോസ്ഡ് എൻഡഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവാണ്, മറ്റതുപോലെ ആയിരിക്കത്തില്ല, കുറേയും കൂടെ സ്പെസിഫിക് ആയിരിക്കും അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു സെബി ഗൈഡ് ലൈൻസിനെ കുറിച്ച്. സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം മ്യൂച്വൽ ഫണ്ട് ബീയിങ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് സെബി ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്യുന്നില്ല, ട്രാൻസ്പാരൻ്റ് ആണ്. ഈ ഫണ്ട് മാനേജർ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആപ്പിലൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ നമ്മൾ ഒരു ഇതിലാണ്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും, ആരാണ് അതിൻ്റെ ഫണ്ട് മാനേജർ, അയാളുടെ ഹിസ്റ്ററി എന്താണ്, ഇപ്പം നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്കാണ് പോകുന്നത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. ഇതൊക്കെ ഉറപ്പാക്കുന്ന ആരുടെ ജോലിയാണ്? സെബിയുടെ ജോലിയാണ്. സെബിയുടെ ഗൈഡ് ലൈൻസൊക്കെ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ്. ഓക്കെ,
അപ്പോൾ പിന്നെ എന്തൊക്കെ പറയുന്നത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ബാക്കി പറയാൻ പറ്റത്തില്ല. ബെറ്റർ റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ബുക്കിലൊന്ന് വായിച്ചാൽ കിട്ടും, ഇല്ല ഗൂഗിൾ ചെയ്താലും കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ RBIയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, സെബി ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? RBI ആണ്. അപ്പോൾ ഈ ചില മ്യൂച്വൽ ഫണ്ടുകൾ ഷോർട്ട് ടേം ആണ്, ഷോർട്ട് ടേമിൽ മെച്യൂർ ആകുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അവരാണല്ലോ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ കൺട്രോളും റെഗുലേഷൻസും അതിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വരാം, അതിൻ്റെ പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കും പോലുള്ള കാര്യങ്ങളൊക്കെ RBIയുടെ കൺട്രോളിലായിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ AMFI എന്നുള്ളൊരു സംഭവം ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. എന്താ പറയുക, നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ വീടുകളിലെ റെസിഡൻസ് അസോസിയേഷൻ പറയുന്ന പോലെ സെബിയുടെ കൺട്രോൾ, സെബിയുടെ പെർവ്യൂവിൽ വരുന്ന AMCകളുടെ, AMC എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ടല്ലോ, അവരുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് AMFI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന സെബിയുടെ പല പരസ്യങ്ങളുണ്ടല്ലോ, ഈ മ്യൂച്വൽ ഫണ്ട് സഹീഹെ പോലെയുള്ള സാധനങ്ങൾ, അതൊക്കെ AMFIയുടെ ഒരു പെർവ്യൂവിൽ വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണ് AMFI എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് കഥകൾ എഴുതാൻ കിട്ടും. ഒരു കണ്ടൻ്റ് ഉണ്ട്. ഈ മുകളിലത്തെ ആദ്യത്തെ 2 മൊഡ്യൂൾ കുറച്ച് എന്താ പറയുക, കണ്ടൻറ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഈ 3ഉം 4 നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് നോക്കാം, എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം, വി വിൽ എക്സ്പ്ലെയിൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒരു ദിവസം 24 മണിക്കൂർ പറയേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് 30 മിനിറ്റ് കടന്നൊക്കെ പോയത് വീഡിയോ. ഞാൻ 30 മിനിറ്റ് താഴെ നിർത്താറുള്ളൂ. 5ാമത്തെ യൂണിറ്റ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ, നമുക്കത് പരീക്ഷയ്ക്ക് വരത്തില്ല, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം, കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാന്താവും. അപ്പോൾ 4ാമത്തെ യൂണിറ്റ് 3ാമത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ നല്ല എളുപ്പമാണ്. 1ഉം 2ഉം ഒന്ന് മനസ്സിലാക്കി കഥ എഴുതാനുള്ള ഒരു സാധനം തലയ്ക്കത്തുണ്ടാകട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം. ഓക്കെ, താങ്ക് യു.